ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഇൻട്രോ പറയാനാണ് കേട്ടോ ഞാൻ നമ്മുടെ രാവിലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഒരു CT കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ കുറേ തൊഴിലാളികൾ വരും കേട്ടോ, അതായത് അതിഥി തൊഴിലാളികളൊക്കെ വരും. അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ഞാനിതിപ്പോൾ നമുക്ക് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രാജുവേട്ടൻ രാവിലെ തന്നെ ചായ കഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം മൊബൈലിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരിക്കും. ഞാൻ കാലത്ത് കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പതിവ് പോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നടന്നു. എനിക്ക് രാവിലത്തെ എന്താ പറയുക, വരാന്തയിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മഴയൊക്കെ പെയ്ത് തോർന്നിട്ട് നമ്മുടെ ആ അന്തരീക്ഷമൊക്കെ കാണാനായിട്ടൊരു രസമല്ലേ, നല്ല സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതേ രാജുവേട്ടൻ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരെ തിരിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലട്ടെ കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ലൈവൊക്കെ വന്ന്, അതുപോലെ തന്നെ നൈറ്റ് ലൈവൊക്കെ വന്ന്, അങ്ങനെ ആ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്. ലൈവൊക്കെ വന്ന് അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് നേരായപ്പോൾ രാജുവേട്ടൻ പറഞ്ഞു എന്തായാലും നമുക്ക് പുറത്തൊക്കെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ നൈറ്റ് പോയിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, നോണൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്നലെ മഴ കാരണം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 10:10 10 മണിയാകുമ്പോഴേക്കും ഷോപ്പുകളൊക്കെ ഹോട്ടലുകളൊക്കെ ഒരുവിധമൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഹോട്ടലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് എന്തായാലും വേറെ ഒന്ന് മാറി കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമ്മളുടെ പരിചയത്തിലുള്ള ഒരു ഇതുണ്ട് കേട്ടോ, ഒരു അക്കയുണ്ട്. അക്കയുടെ അവിടെ പോയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അക്കയുടെ അവിടെ ദോശ കഴിക്കാനായിട്ട് കയറും. അക്കയുടെ അവിടുത്തെ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫേമസ് ആണ് കേട്ടോ അക്കയുടെ അവിടുത്തെ ദോശ. ദോശ മാത്രമല്ല, അക്കയ്ക്ക് കുറേ തരം ചട്നികളും ചമ്മന്തികളുമാണ് ആളുടെ ഒരു സ്പെഷ്യൽ. അപ്പോൾ എന്തായാലും പോയത് ശരിക്കും ഞങ്ങൾ പോണ സ്ഥിരം ഹോട്ടലിലേക്കാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതായിരുന്നില്ല കേട്ടോ അവസ്ഥ. ഞങ്ങൾ പോവാറുള്ള സ്ഥിരം ഹോട്ടലുണ്ട് നമ്മുടെ പുഴയോരം എന്ന് പേരുള്ളത്, പക്ഷെ അത് അടച്ചിട്ടായിരിക്കണു. അത് ഞങ്ങൾ ചെല്ലണ നേരത്തെ അത് അവർ ക്ലോസ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറിയില്ല. നമുക്കറിയാം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരുവിധം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ചിലപ്പോൾ 11 മണി വരെയൊക്കെ ഉണ്ടാവണതാണ്. അപ്പോൾ രാജുവേട്ടൻ എന്നെയും കൂട്ടിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ, കൃത്യ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് അക്കയുടെ കട വരുന്നത്. അപ്പോൾ അത് ഇരുട്ടത്ത് ഞാൻ നിൽക്കണ കാരണം കൊണ്ട് രാജുവേട്ടൻ വണ്ടിയുടെ അവിടെ ചാരി നിന്നിട്ട് ഞങ്ങൾ ചെന്ന് കയറുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാജുവേട്ടൻ വണ്ടിയിൽ ചാരി നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൂട്ടത്തിൽ ഞാനും കൂടെ പെട്ടു എന്നേ ഉള്ളൂ. ഒരു കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇതുപോലെ അക്കയുടെ അവിടെ ചായ മാത്രം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എണീറ്റ് പോയി എന്ന് വെച്ചാൽ നല്ല വൈകിട്ടല്ലേ, നല്ല വൈകിട്ട് വന്നാലും ഇവിടെ അക്ക ഒരു ഏകദേശം ഒരു 11:30-12 മണി വരെ മിക്കവാറും അക്ക ഉണ്ടാവും കേട്ടോ. അപ്പുറത്തെ നിൽക്കണ ആ നീല ഷർട്ട് ഇട്ടത് അക്കയുടെ ഹസ്ബൻഡാണ്. ആ ചേട്ടൻ അങ്ങനെ കൂടുതൽ സംസാരിക്കില്ല, പക്ഷെ അതിന് വേണ്ടി അക്ക നന്നായിട്ട് സംസാരിക്കും. ഇവിടെ വണ്ടികളിൽ പോണവർ, അതുപോലെ ട്രെയിൻ ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഇവിടെയൊക്കെ നല്ല അക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ക യൂട്യൂബിലും ഇതിലൊക്കെ അക്ക വൈറലായിട്ടുള്ള അക്കയാണ് കേട്ടോ. അത് അക്ക എന്ന് പറഞ്ഞാൽ ചെറുപ്പമാണ് അക്ക, പക്ഷെ നന്നായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ എൻ്റെ വേറൊരു കോപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അക്ക എനിക്കുള്ള ഭക്ഷണമാണ് കേട്ടോ, രാജുവേട്ടനുള്ള ഭക്ഷണമാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കണം. അക്കയുടെ കുറേ ചമ്മന്തികളൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, തട്ടുകട ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു തന്നെ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നു പോണതല്ലേ, നേരത്തെ ഒക്കെ വരികയാണെങ്കിൽ നല്ല വൃത്തിക്കൊക്കെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇതിപ്പോൾ ഏകദേശം അവർക്കും അത് കട അവസാനിപ്പിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു, ക്ലീനിങ്ങിനൊക്കെ നിൽക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇതിനിടയ്ക്ക് വന്നു പോയി. വണ്ടികളിലൊക്കെ അക്ക നല്ല സ്പീഡിലാണ് കേട്ടോ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണത്. പിന്നെ എന്താ പറയുക, ബുൾസൈ വേണ്ട ആൾക്കാർക്ക്, ഓംലെറ്റ് വേണ്ട ആൾക്കാർക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ ആൾ വേഗം ഒരു 2 പേരേ ഉള്ളൂ ഇവിടെ ഈ തട്ടുകടയിൽ, അല്ലാതെ വേറെ ജോലിക്കാരൊന്നുമില്ല. അവർ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എല്ലാവർക്കും ചടുപ്പിടും തന്നെ അക്കടെ ഒരു എന്താ പറയുക, അത്ര ഒരു ഇത് കാണുക തന്നെ വേണം കേട്ടോ. അക്കടെ അവിടെ വരിക തന്നെ വേണം, എന്നാലാണ് അക്കയുടെ ഫുഡ്. യൂട്യൂബിലൊക്കെ അങ്ങനെ ഇത് രാജുവേട്ടൻ രാജുവേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അക്കയുടെ അവിടെ എന്താ തിരക്ക് എന്നൊക്കെ. അപ്പോൾ ഒരുവിധമുള്ള ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് രാജുവേട്ടൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അക്കയുടെ കടയുണ്ടായിരുന്നത്. കുറച്ചും കൂടി ഇത് ഇത്രയും ഒരു സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഉള്ള സൗകര്യത്തിലാണ് അക്ക നിന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അക്ക എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എന്താ വൈകിയത്, എന്താ കാണാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അക്കയ്ക്ക് എന്തോ കുറച്ച് നാൾ വയ്യായികയൊക്കെ വന്നിട്ട് അക്ക
വാങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഷോപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല, തട്ടുകടയാണ്. അപ്പോൾ അക്കയുടെ അടുത്ത് ബൈയൊക്കെ പറഞ്ഞ് അക്ക നല്ല വർത്താനമാണ് കേട്ടോ, നല്ല വർത്താനക്കാരിയാണ്, നല്ല രസമാണ് അക്കയുടെ അടുത്ത് പോകാനും. അപ്പോൾ അക്ക എന്നോട് ബൈയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചും ബൈയും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നമ്മളിത് ബൈക്ക് എടുത്തു, രാജുവേട്ടൻ ബൈക്ക് എടുത്ത് കയറാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ്. ഇനി നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. മഴ കുറേശ്ശെ തൂളി തുടങ്ങിയതുകൊണ്ട് പെയ്തിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം രാജുവേട്ടൻ വേഗം വണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ വടക്കാഞ്ചേരി പള്ളിയാണ് കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരി പള്ളി ഇനി മേൽപ്പാലത്തിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കണത്. അപ്പോൾ മേൽപ്പാലം കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പുറത്ത് കൂടെ എടുക്കാൻ നോക്കിയതാണ്. പള്ളി കഴിഞ്ഞു, മേൽപ്പാലം കയറി നമ്മൾ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള റൂട്ടും കൂടിയാണ് കേട്ടോ വടക്കാഞ്ചേരി. അപ്പോൾ ഇത് വടക്കാഞ്ചേരിയാണ് നമ്മൾ നിൽക്കുന്നത്. വടക്കാഞ്ചേരി മേൽപ്പാലം കഴിഞ്ഞ് നമ്മൾ ആ വളവൊക്കെ തിരിഞ്ഞ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായി കേട്ടോ. അപ്പോൾ നല്ല സ്പീഡിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി സ്പീഡൊന്ന് കുറച്ചാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കും. പക്ഷേ മഴ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്, വേഗം മഴ കൊണ്ടിട്ട് വീട്ടിലേക്ക് കയറിയൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാജുവേട്ടൻ അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ തട്ടുകടകളുണ്ട് കേട്ടോ, അതെല്ലാം ഇന്ന് അടവാണ്, അടച്ചിട്ടേക്കാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി വടക്കാഞ്ചേരി സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായി. അവിടെ നിന്ന് ഈ വഴിക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും കേട്ടോ നമ്മളെവിടെയാണ് എന്നൊക്കെ ഉള്ളത്. അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് എത്തി കേട്ടോ. ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ തിരിയാൻ പോണത് ഇപ്പോൾ വണ്ടികളൊക്കെ ഒരു അത്യാവശ്യം വൈകുന്നേരമാണെന്ന് നോക്കിയിട്ടൊന്നും കാര്യമില്ല, അവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാൻഡ്. ഇപ്പോൾ ഇവിടെയും വന്നിട്ട് നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വരാറുണ്ട്. ഇത് ഈ ലൈറ്റൊക്കെ കാണുന്നത് കുറേ 2-3 അവിടെ തട്ടുകടകളുണ്ട്. തട്ടുകടയല്ല, ഹോട്ടലായിട്ട് തന്നെ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ ഇവിടെയാണ് ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് ഇപ്പോൾ വടക്കാഞ്ചേരി കോടതി പരിസരമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിലുണ്ട് കോർട്ട് വ്യൂ എന്ന് പേരായിട്ടുള്ളത്, അതിലും വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. പിന്നെ നടന്ന് ഫുഡ് കഴിക്കലൊന്നും അല്ല കേട്ടോ പണി, ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. അങ്ങനെ നേരെ നമ്മൾ ഇനി ചെന്ന് കയറാൻ പോണത് മാരിയമ്മൻ കോവിൽ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാരിയമ്മൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വരണത്. ഏകദേശം നമ്മൾ മാരിയമ്മൻ കോവിലിൻ്റെ അവിടേക്ക് എത്താറായി കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനുമാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇതാണ് മാരിയമ്മൻ കോവിൽ. അപ്പോൾ അത് പ്രത്യേകം ഞാൻ എടുത്ത് കാണിക്കുന്നു കേട്ടോ. മാരിയമ്മൻ കോവിൽ കഴിഞ്ഞു, തൊട്ടപ്പുറത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനുമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ബോയ്സ് ഹൈസ്കൂളാണ് കേട്ടോ വരുന്നത്. ഇവിടെ ബോയ്സ് ആണ്, ഗേൾസ് സ്കൂൾ വേറെയാണ് കേട്ടോ. അപ്പോൾ ബോയ്സ് ഹൈസ്കൂൾ കഴിഞ്ഞു. ഇനി നേരെ ഡിവൈൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ, ഇവിടെയാണ് പുഴപ്പാലം. ഇപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം, അവർ അടച്ചിട്ടിരിക്കുന്നു. ഈ ഒരു സൈഡിൽ പുഴപ്പാലാണ്, അല്ലേ പാലാണ്. ആ പാലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഞങ്ങൾ പോകാറുള്ള സ്ഥിരം ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങളുടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് പോവാറ്. ഇനിയുള്ളത് എന്താ പറയുക, ഇവിടെ ഡിവൈൻ ഹോസ്പിറ്റൽ എന്ന് പറയും. അത് ഡിവൈൻ ഹോസ്പിറ്റൽ ഇവിടെ ഫേമസ് ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബിവറേജ് ഉണ്ട്. രാജുവേട്ടൻ പറയും അത് എടുത്ത് പറയണം കേട്ടോ. അപ്പോൾ ബിവറേജ് ഉണ്ട് കേട്ടോ, തൊട്ടപ്പുറത്ത് ബിവറേജ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് പെട്രോൾ പമ്പാണുള്ളത്. അത് കഴിഞ്ഞാൽ ആ പെട്രോൾ പമ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കയറാനുള്ള വേറൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ. നേരെ നമുക്കൊരു 3 മിനിറ്റ് അവിടെ അത് കൂടെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടുപാറയ്ക്ക് വരാനായിട്ടുള്ള എളുപ്പമാണ്. ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഓട്ടുപാറ സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ വടക്കാഞ്ചേരി അല്ല, നമുക്ക് നേരെ വരേണ്ടത് ഓട്ടുപാറ സ്റ്റാൻഡിലാണ്. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ രാജുവേട്ടൻ വണ്ടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരെ നമ്മൾ കുന്നംകുളം റോഡിലേക്ക്, ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലൂടെ കുന്നംകുളം റോഡിലേക്ക് കയറുക. അപ്പോൾ ഇപ്പോൾ രാജുവേട്ടൻ നല്ല സ്പീഡ് കുറച്ചിട്ടാണ് പോണത്, കാരണം നമ്മുടെ വഴിയൊക്കെ നല്ല സൂപ്പർ വഴിയാണല്ലോ. അപ്പോൾ വേറെ കുണ്ടും കുഴികളും ഒന്നും ഇല്ലാത്ത കാരണങ്ങൾ, കുഴികളൊന്നും തീരില്ല കേട്ടോ. അത് കാരണം കൊണ്ട് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ രാജുവേട്ടൻ അങ്ങനെ മെല്ലെ ഇങ്ങനെ വഞ്ചി തുഴയണേൽ എന്തിങ്ങനെ ചാടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. വഞ്ചി തുഴയുന്നത് ചാടിച്ചിട്ടല്ല കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെ മെല്ലെ നമ്മൾ കുന്നംകുളം റോഡിലേക്ക് അങ്ങനെ കയറിട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് തിരിയാനുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ നാക്ക് നമ്മളതിനെ ചതിക്കുന്നുണ്ട്, അത് സ്പീഡിൽ പറഞ്ഞു പോകുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അതേ നമ്മൾ കുന്നംകുളം റോഡിലേക്ക് തിരിഞ്ഞു. ഇനി അവിടെ നിന്ന് നേരെ കുറച്ചും കൂടെ പോയാൽ മതി കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വഴിക്കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നേരെ നമ്മൾ കുന്നംകുളം റോഡിലേക്ക് നേരെ വെച്ച് പിടിക്കുന്നുണ്ട്. അവിടെ നേരെ ചെല്ലുമ്പോൾ എന്താ പറയുക, ഇവിടെയൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ആ ലൈറ്റ് വണ്ടി വരണില്ല, അവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കണ ആ ഒരു വീട്, നിലാ ബേക്കറി. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നിലാ ബേക്കറി, പക്ഷേ അവിടെ പണി നടക്കണ കാരണം കൊണ്ട് എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ നിലാ ബേക്കറിയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്.
അങ്ങനെ നേരെ ഇതേ ഞാൻ എൻ്റെ റൂമിലെത്തി. അവിടെ നിറയെ പണിക്കാരുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അവിടെ ബേക്കറിയുടെ എന്താ പറയുക മൊത്തം ഒന്ന് ഷേപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് അവർ. ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ രാജീവേട്ടനും ആ ഇക്കൊക്കെ അവിടെ റോട്ടിലാണ് വണ്ടി വെക്കാറ്, ബേക്കറിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ അവർ ഇന്ന് എന്തായാലും അവർ കുറേ നേരം പണിക്കാരുള്ളത് കാരണം കൊണ്ട് ഇവർ വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ പോവുകയാണ്. പിന്നെ വണ്ടിയൊക്കെ വെച്ചിട്ട് രാജീവേട്ടനും വരുന്നുണ്ട് കേട്ടോ. ആ വഴി രാജീവേട്ടനും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നൈറ്റ് ഒന്ന് പോയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾക്ക് കിട്ടിയത് നോണൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കയറാണ് ഉണ്ടായത്. ഓംലെറ്റൊക്കെ കഴിച്ച് കയറി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഉറങ്ങാൻ പോട്ടെ കേട്ടോ. അതെ രാജീവേട്ടനെത്തി ഉറങ്ങാൻ പോട്ടെ. എല്ലാവർക്കും ബൈ ബൈ.